ഏറ്റവും പുതിയ ഡിസൈനുകൾ ഏറ്റവും കുറഞ്ഞ പണിക്കൂലിയിൽ. ബ്രിഗാദിയ ഗോൾഡൻ ഡയമണ്ട്, ചാവക്കാട്. ആലുകാരൻ സിൽവർ ജ്വല്ലറി, ചേറ്റുവ റോഡ്, ചാവക്കാട്. ചേറ്റുവ റോഡ്, വാടാനപ്പള്ളി. ചാവക്കാട് പാലിയൂർ ഡോബിപ്പടിയിൽ കടകൾ കുത്തിത്തുറന്ന മോഷണം. പാലിയൂർ സ്വദേശികളായ ഷെരീഫിന്റെ ആമീന സ്റ്റോറിലും ബഷീറിന്റെ ഫ്രണ്ട്സ് കഫേയിലുമാണ് ഇന്ന് മോഷണം നടന്നത്. ആമീന സ്റ്റോറിൽ നിന്ന് 4000 രൂപയും ഫ്രണ്ട്സ് കഫേയിൽ നിന്ന് 2000 രൂപയും മോഷണം പോയി. ബിൽഡിംഗ് ഉടമയായ പിലാക്ക വീട്ടിൽ ബാപ്പു ഇന്ന് പുലർച്ചെ 5:30 നിസ്കാരത്തിനായി പള്ളിയിലേക്ക് പോകുമ്പോഴാണ് ആമീന സ്റ്റോറും ഫ്രണ്ട്സ് കഫേയും കുത്തിത്തുറന്ന നിലയിൽ ശ്രദ്ധയിൽപ്പെട്ടത്. നാണയങ്ങളടങ്ങിയ ബോക്സുകളും പുറത്ത് കിടക്കുന്നുണ്ടായിരുന്നു. ഇതോടെ ബാപ്പു കട ഉടമകളെ വിവരം അറിയിച്ചു. ചാവക്കാട് പോലീസിൽ വിവരം അറിയിച്ചതിനെ തുടർന്ന് പോലീസ് സ്ഥലത്തെത്തി അന്വേഷണം ആരംഭിച്ചു. ഞങ്ങളിവിടെ പാലിയൂർ ഡോബിപ്പടിക്ക സ്ഥാപനം നടത്തുന്നവരാണ്. ആമിന സ്റ്റോർ, സ്റ്റേഷനറി, സൂപ്പർ മാർക്കറ്റ് വെജിറ്റബിളൊക്കെ ആയിട്ട് അദ്ദേഹം ബഷീർക്ക് ഇവിടെ ഒരു കഫേ നടത്തുന്നതാണ്, ചായക്കടയായിട്ട്. ഞങ്ങൾ ഇന്നലെ വൈകിട്ട് ഒരു 8:30 കൂടിയിട്ട് കട പൂട്ടി പോയതാണ്. ഇന്ന് പുലർച്ചെ 4 മണിക്ക് ബിൽഡിങ്ങിൻ്റെ ഓണർ ബാപ്പുക്ക അദ്ദേഹം സുബൈക്ക് പള്ളിയിലേക്ക് പോകാൻ എണീച്ചപ്പോൾ വീടിൻ്റെ മുറ്റത്ത് കുറച്ച് പാത്രങ്ങളും കോയിൻസൊക്കെ ആയിട്ട് കിടക്കുന്നത് കണ്ടു. അതുപോലെ തന്നെ യാമിന സ്റ്റോറിൻ്റെ സൈഡിലത്തെ ഡോറ് അത് കുത്തി തുറക്കുകയും അത് തുറന്ന നിലയിലുമാണ് കാണാനിടയായത്. അദ്ദേഹം ഞങ്ങളെ വിളിക്കുകയും ഞങ്ങൾ ആ സമയത്ത് തന്നെ വന്നപ്പോൾ കടയുടെ ഉള്ളിലത്തെ ഷെൽഫ് തുറന്നിട്ട് വാതിൽ കുത്തി തുറന്ന ഷെൽഫിൻ്റെ ഉള്ളിലത്തെ കാശുകളൊക്കെ ഈ പറയപ്പെടുന്ന അക്രമികൾ ഒട്ടിച്ചു കൊണ്ടുവന്ന സാഹചര്യമാണ് ഉണ്ടായിട്ടുള്ളത്. അത് ഞങ്ങൾ കൃത്യമായി പോലീസിനെ അറിയിക്കുകയും പോലീസ് വന്ന് ഇവിടെ റിപ്പോർട്ട് തയ്യാറാക്കി പോവുകയും ചെയ്തിട്ടുണ്ട്. ഏകദേശം ഒരു 4000-ഓളം രൂപ ആമിന സ്റ്റോറിൽ നിന്നും നഷ്ടപ്പെട്ടിട്ടുണ്ട്. ബഷീർക്കാടെ കടയിൽ നിന്ന് ബഷീർക്ക പുലർച്ചെ ഒരു 4:30 മണിക്ക് അദ്ദേഹം കട തുറക്കാൻ വേണ്ടി വന്നപ്പോൾ അദ്ദേഹത്തിൻ്റെ ജീവനക്കാരൻ കൂടി വന്നപ്പോൾ ഈ ഡോറ് തുറന്നു കിടക്കുന്നതായിട്ടാണ് കണ്ടത്. ഉള്ളിൽ കയറിയപ്പോൾ ഒരു കമ്പിപ്പാരയും ഒക്കെ ഉള്ളിൽ കിടക്കുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ കടയിൽ നിന്നും ഏകദേശം ഒരു 2000-ഓളം രൂപകളും നഷ്ടപ്പെട്ടായിട്ടുണ്ട്. പോലീസ് വന്ന് ഇന്ന് രാവിലെ വന്ന് റിപ്പോർട്ട് കൃത്യമായിട്ട് എഴുതി പോയിട്ടുണ്ട്. വേണ്ട നിയമ നടപടികൾ സ്വീകരിക്കാമെന്നും പോലീസിന്റെ ഭാഗത്തുനിന്നുള്ള ഉറപ്പ് തന്നിട്ടുണ്ട്. കട കുത്തിപ്പൊളിക്കാൻ ഉപയോഗിച്ച കമ്പിപ്പാര പുറത്തുനിന്ന് പോലീസ് കണ്ടെത്തി. കൂടാതെ ബാപ്പുവിന്റെ വീടിന്റെ മതിലും തകർന്ന നിലയിലാണ്. മോഷ്ടാവ് ഇതുവഴി രക്ഷപ്പെടാൻ ശ്രമിച്ചു എന്നാണ് നാട്ടുകാർ പറയുന്നത്. സർക്കിൾ ലൈവ് ന്യൂസ്, ചാവക്കാട്. എന്റേത് മാത്രമായ ചില ഇഷ്ടങ്ങൾ അണിയുമ്പോൾ ഞാൻ ആസ്വദിക്കുന്ന സ്വർണ്ണാഭരണങ്ങളിലെ സവിശേഷത. എന്റെ ആഭരണ കളക്ഷനിലെ ഒന്ന് മാത്രം മതി മറ്റുള്ളവരിൽ നിന്ന് വേറിട്ട് തിളങ്ങാൻ. ആലുകാരൻ ജ്വല്ലറി, മുത്തൻമാവ്, ഒരുമനയൂർ, മുതുവട്ടൂർ, ചാവക്കാട്. വില്യംസ്, ഒരുമനയൂർ.